കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി തുടങ്ങി. അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനമാണ് ആദ്യം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. OP ബ്ലോക്ക് തിങ്കളാഴ്ചയും മറ്റ് അനുബന്ധ സംവിധാനങ്ങൾ വരും ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ നവംബർ 3-ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷമാണ് ആശുപത്രിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി തുടങ്ങിയിരിക്കുന്നത്. അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം ഞായറാഴ്ച മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. OP ബ്ലോക്ക് തിങ്കളാഴ്ച മാറ്റും. ഓഫീസ് ബ്ലോക്ക് അടുത്ത മാസം 1 മുതലും സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ എന്നിവരുടെ വാർഡുകൾ, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങി ആശുപത്രിയിൽ നിലവിലുള്ള മറ്റ് സംവിധാനങ്ങൾ വരും ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി മാറ്റും. മറ്റ് സൗകര്യങ്ങളും സംവിധാനങ്ങളും ആവശ്യത്തിന് ജീവനക്കാരെ ലഭിക്കുന്ന മുറയ്ക്ക് പുതിയ കെട്ടിടത്തിൽ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ വി ഷിജിത്ത് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സാങ്കേതിക അനുമതി ലഭ്യമാവുകയും അതിൻ്റെ ഭാഗമായി കാഷ്വാലിറ്റി പ്രവർത്തനം പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റുന്ന നിലയുണ്ടാകുന്നത്. ആശുപത്രി വികസന സമിതി ചേരുകയും ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചനകൾ നടത്തുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്, നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാഷ്വാലിറ്റി ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പതിയെ എല്ലാ പ്രവർത്തനങ്ങളും പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇടപെടലാണ് നടക്കുന്നത്. OP വിഭാഗം ഇന്ന് കാഷ്വാലിറ്റി ബ്ലോക്കും നാളെ തൊട്ട് OP ഡിപ്പാർട്ട്മെൻറ്റും പുതിയ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന നിലയുണ്ടാവും. പതിയെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ സംവിധാനങ്ങളും പുതിയ ബിൽഡിങ്ങിലേക്ക് മറ്റ് സാങ്കേതിക അനുമതികൾ കൂടി ലഭ്യമാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിലവിൽ അത്യാഹിത വിഭാഗം പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തേക്ക് ഫിസിയോതെറാപ്പി യൂണിറ്റും OP ബ്ലോക്ക് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് ഡയാലിസിസ് സെന്ററിന്റെ മരുന്ന് സൂക്ഷിക്കുന്ന മുറി, കാത്തിരിപ്പ് ഏരിയ എന്നിവ മാറ്റിസ്ഥാപിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK സഹിന പറഞ്ഞു. ഇപ്പോൾ പഴയ കാഷ്വാലിറ്റി സ്ഥലത്തേക്ക് നമ്മൾ ഫിസിയോതെറാപ്പിയും ഓൾറെഡി ഡയാലിസിസ് അവിടെ ഉണ്ട്. ഡയാലിസിസ് അവിടെ തന്നെയാണ്. ഫാർമസി ഇപ്പം തൽക്കാലം അവിടെയാണുള്ളത്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ബാക്കി എല്ലാ സൗകര്യം ഓഫീസും ഈ ജൂൺ 1-ാം തീയതി മുതൽ ഓഫീസും ഇങ്ങോട്ടേക്ക് മാറും. നമ്മൾ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ഇഷ്യൂസും നമ്മളൊരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൊണ്ട് ഒരുമിച്ച് നമ്മൾ മാറാത്തത്. നമുക്ക് ഇത്രയും ഇവിടെ പറഞ്ഞ പോലെ 12 നില ബിൽഡിങ്ങാണ്. അപ്പോൾ നമുക്ക് എല്ലാം നോക്കിയും പിന്നെ മെയിനായിട്ട് പറയുന്നത് HR ഷോർട്ടേജ്. സ്റ്റാഫ് വളരെ പരിമിതമായ സ്റ്റാഫാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇത്രയും മാനേജ് ചെയ്യുന്നത്. നമ്മളെല്ലാം റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കുറേ ആൾ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്കിത് സ്മൂത്തായി നടത്തിക്കൊണ്ടാൽ ഇത്രയും കൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലും കൂടെ സർക്കാർ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യുന്നു വിശ്വസിക്കുന്നു. 59.23 കോടി രൂപ ചിലവിട്ടാണ് 2 ബേസ്മെന്റ്, ഗ്രൗണ്ട് ഫ്ലോർ എന്നിവ ഉൾപ്പെടെ 12 നിലകളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ചില സാങ്കേതിക കാരണങ്ങളും ഒപ്പം ജീവനക്കാരുടെ കുറവുമാണ് ആശുപത്രിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത് വൈകാൻ ഇടയാക്കിയത്. മലയോരത്തു നിന്നുൾപ്പെടെ 1500ഓളം പേരാണ് ദിനംപ്രതി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നത്. സ്ഥിരം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെ 150 പേരാണ് നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നത്. പുതിയ കെട്ടിടം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാവണമെങ്കിൽ 100-ൽ പരം ജീവനക്കാർ കൂടി ആവശ്യമാണ്. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ചാൽ മാത്രമേ പുതിയ കെട്ടിടം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കാനാകൂ. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.